നമ്മുടെ ചിക്കൻ ചുക്ക റെസിപ്പിക്ക് ശേഷം ഇത്രയും സിമ്പിളായിട്ട് അപാര ടേസ്റ്റിലൊരു ചിക്കൻ റെസിപ്പി ഞാനിത് ഇപ്പോഴാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു റെസിപ്പി എൻ്റെ സ്വന്തം എന്നല്ല കേട്ടോ, നമ്മുടെ ബേസിൽ ജോസഫാണ് ഈ ഒരു റെസിപ്പി വൈറലാക്കിയത് കേട്ടോ. അദ്ദേഹത്തിൻ്റെ ഷെഫ് അശ്വിൻ അദ്ദേഹത്തിന് ഉണ്ടാക്കി കൊടുത്ത ഒരു പ്രോൺസ് നിർവ്വാണ റെസിപ്പിയാണ്. നമ്മൾ പ്രോൺസിന് പകരം നമ്മൾ ചിക്കനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും സംഭവം വൈറലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. ചിക്കൻ വെച്ചാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇതിനൊരു മസാലക്കൂട്ട് റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമ്മൾക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് മല്ലിയില, കുറച്ചധികം തന്നെ മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ, കൂടെ തന്നെ കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അദ്ദേഹം പറയാത്ത കുറച്ച് റെസിപ്പി നമ്മൾ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് പച്ചമുളക് ചേർക്കുന്നുണ്ട് എരിവിന് ആവശ്യത്തിന്. പിന്നെ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരല്പം കാശ്മീരി റെഡ് ചില്ലി പൗഡറും ഒരല്പം മല്ലിപ്പൊടിയും അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് മസാലയ്ക്ക് ആവശ്യത്തിന് ഉപ്പും ഇതിലേക്ക് കുറച്ച് വിനീഗറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഒരല്പം ഗരം മസാല കൂടെ ചേർത്ത് നല്ലപോലെ പേസ്റ്റ് ആക്കിയിട്ട് ഇതൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മളിത് അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു മസാല നമ്മൾ ബോൺലെസ് ചിക്കനിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ പ്രോൺസിന് പകരം നമ്മൾ എടുത്തിട്ടുള്ളത് ബോൺലെസ് ചിക്കനാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് നീളത്തിലാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. ചെറിയ പീസസ് ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് ഒരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഇനി അതിന് ശേഷം നമ്മളിതാ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് കേട്ടോ, ഒരു 2-3 ടീസ്പൂണൊക്കെ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒട്ടും തന്നെ വെള്ളമോ ഒന്നും ചേർക്കരുത്. ഇങ്ങനെ തന്നെ നമ്മളിതൊന്ന് വേവിച്ചെടുക്കണം. നല്ലപോലെ കുക്കായി വരുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അടച്ച് വെച്ചിട്ടും അല്ലാതെയും എങ്ങനെ വേണമെങ്കിലും നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് കുക്കായി വന്നതിന് ശേഷം നമ്മളിതിലേക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമ്മളിതൊന്നുകൂടെ കുക്ക് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മളിതിലേക്ക് ഒരല്പം പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ആ ഒരു ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത്രയേ ഉള്ളൂ, സംഭവം റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മളിത് പൊറോട്ടൻ്റെ കൂടെയാണ് സെർവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ബേസിൽ ജോസഫ് വൈറലാക്കിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഷെഫ് അശ്വിനാണ് ഈ ഒരു റെസിപ്പി പരിചയപ്പെടുത്തിയത്. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റമാണ്. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. കുറഞ്ഞ സമയത്ത് ഒരു അടിപൊളി കറി റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അതോടൊപ്പം തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടിരിക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്